രാമപുരം അരങ്കമുകൾ 971 നമ്പർ SNDP ശാഖയിൽ നിന്ന് ഒരു ശിവഗിരി തീർത്ഥാടന യാത്ര പോവുകയാണ് 7 മണിക്ക്. അത് തന്നെ. അപ്പോൾ ഇപ്പം എല്ലാവരും ഇപ്പം കുറേശ്ശേക്ക് ആൾക്കാർ വന്നു തുടങ്ങി അല്ലേ? ഇനി ആൾക്കാർ വരാനുണ്ട്. നമ്മളെ ശാഖയിലുള്ള എല്ലാ ആൾക്കാരും പിന്നെ ഇല്ലല്ല, എല്ലാ ആൾക്കാരും ഇല്ല, കുറച്ച് പേരാണ് നമ്മൾ പോണത്, വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കുറച്ച് പേരാണ് പോണത്. അപ്പം പിന്നെ ആദ്യം നമ്മൾ എവിടെയാണ് പോണത്? കോവളം വാഴാമുട്ടത്ത് കുന്നംപാറ എന്ന് പറയുന്ന ക്ഷേത്രത്തിലാണ് നമ്മൾ പോണത്. ശ്രീനാരായണ ഗുരുദേവൻ ആദ്യമായി ബാലമുരുകനെ പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ആദ്യമായി യാത്ര പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കോലോത്തുകര കുരുക്ഷേത്രം പണി ചെയ്ത കോലോത്തുകര ശിവക്ഷേത്രത്തിലേക്കാണ് അടുത്ത. നമ്മൾ വണ്ടിയിൽ യാത്ര തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ഗുരുദേവൻ്റെ ഒരു ദൈവദശകമൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഇനി നമുക്ക് ദൈവദശകം കേൾക്കാം, അത് കഴിഞ്ഞിട്ട് ബാക്കി. തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയമോ എന്നു ഞങ്ങൾക്കു തമ്പുരാൻ. നമ്മളിപ്പോൾ കുന്നംപാറ എത്തിയല്ലേ? എന്ത് നല്ല പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലമല്ലേ കാണാനൊക്കെ. നല്ല ഒരു ശാന്തമായ അന്തരീക്ഷവും, നമുക്കവിടെ ഇരുന്നിട്ട് എണീറ്റ് വരാൻ തോന്നാത്ത വിധത്തിലുള്ള ഒരു അന്തരീക്ഷവും ഒക്കെയാണ്. അന്തരീക്ഷം തന്നെയാണ്. കടലിൽ നിന്ന് 3500 അടി പൊക്കത്തിലാണ് ഈ ഗുരുദേവൻ്റെ ബാലസുബ്രഹ്മണ്യൻ്റെ പ്രതിഷ്ഠ ഇരിക്കുന്നത്. ഗുരുദേവൻ അവിടെ അത് തന്നെ. ആ കാര്യങ്ങളെല്ലാം അവിടുത്തെ ഒരു പൂജാരി എല്ലാം നമുക്ക് പറഞ്ഞു, അത് ഈ വീഡിയോയിലുണ്ട്, പറഞ്ഞു തരണതേ നമുക്ക് ആ വീഡിയോയിലുണ്ട്. പക്ഷേ ഇവിടെ വന്ന് കാണേണ്ടത് തന്നെയാണ്. നല്ല നിശബ്ദമായ ഒരു അന്തരീക്ഷവും, നല്ല നമുക്കവിടെ ഇരുന്നിട്ട് എണീറ്റ് വരാൻ തോന്നാത്ത ഒരു ശക്തിയുള്ള ഒരു സ്ഥലം. ബാലസുബ്രഹ്മണ്യന്റെയും ഗുരുദേവന്റെയും ഒരു അനുഗ്രഹമുള്ള ഒരു ചൈതന്യമുള്ള ഒരു ക്ഷേത്രം തന്നെയാണത്. അതെല്ലാ ആൾക്കാരും പോവുകയും വേണം. അവിടെ ഒരു ഭക്തിനിർഭരമായ ഒരു ക്ഷേത്രം തന്നെയാണത്. അതാണ്ട് അവിടുത്തെ പൂജാരി കാര്യങ്ങളെല്ലാം പറഞ്ഞു തരണുണ്ട്. കട്ടില് മേശയൊക്കെ അവിടെ ഉണ്ട്, പോയാൽ കാണാൻ പറ്റും. ആ കാലഘട്ടത്തിൽ ഇവിടെ അനാചാരങ്ങൾ നിലനിന്നിരുന്നു. ഇവിടെ അവരൊന്ന് പ്രാർത്ഥിക്കുന്നില്ല. അതായത് മൃഗബലിയൊക്കെ നടത്തിരുന്ന കാലഘട്ടത്തിലാണ് ഗുരുദേവൻ, അതായത് അരികുപ്പുറം പ്രതിഷ്ഠ നടത്തിയതിന് ശേഷം കോലത്തുകരയിൽ പോയി അവിടെ ഭദ്രകാളിനെ മാറ്റി ശിവപ്രതിഷ്ഠ നടത്തി. അതറിയാമല്ലോ, അതറിയാം. അതെ, ശിവപ്രതിഷ്ഠ നടത്തിയതിന് ശേഷം വരുന്ന വഴിക്കാണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഈ ഗ്രാമത്തിൽ വളരെ അനീതികളൊക്കെ നടക്കുമായിരുന്നു. ആളുകൾക്ക് രോഗങ്ങളൊക്കെ വന്ന് ഈ മൃഗബലിയൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ നാട്ടുപ്രമാണികളെ കണ്ട് ഇദ്ദേഹമാണ് ആയിരിക്കുന്നതാണ് കൊച്ചുകുട്ടി വൈദ്യൻ എന്ന് പറയും. അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ കണ്ട് പറയുകയാണ്, നാട്ടിൽ വളരെ ദുരിതങ്ങളാണ്, ഇവിടെ ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഈ അനാചാരം നിർത്താക്കാൻ പറഞ്ഞു. അവിടെയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് മൃഗങ്ങളെ ബലി കൊടുക്കുന്നത്. അങ്ങനെ അവർ നിർത്തലാക്കുകയും ഗുരുദേവൻ പറഞ്ഞ് അങ്ങ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന് രോഗശമനത്തിന് വേണ്ടി ഞാനൊരു സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്താമെന്ന് പറഞ്ഞു. അതായത് കേരളത്തിലെ ആദ്യത്തെ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയാണ്. അങ്ങനെ ഗുരുദേവശ്രീ ഉത്ഭവം ഇതാണ്. ഈ ആർച്ചയുണ്ട് ഇവിടെ ഗുരുദേവൻ ഇരിപ്പുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. ആ കാലത്തിൽ ഇവിടുത്തെ ആൾക്കാരാണ് കൂടെ ഇരിക്കുന്നത്. ഇതിന് മാറ്റം, ഈ 3 തൂണിനും ഇതിൻ്റെ മുകളിലിരിക്കുന്ന ബിംബങ്ങൾക്കൊന്നും മാറ്റമില്ല. ഇപ്പോഴും അതൊക്കെ തന്നെയാണ്. പെയിൻറ്റിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ നടപ്പന്തല് മാത്രമേ പുതിയതായിട്ട് വന്നിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെ രോഗശമനത്തിന് വേണ്ടിയാണ് നടത്തിയത്. വൈദ്യനാഥ സുബ്രഹ്മണ്യൻ ചതുർബാഹുവാണ്, 4 കൈയുള്ള സുബ്രഹ്മണ്യനാണ്, ബാലസുബ്രഹ്മണ്യനാണ്. മനസ്സിലായി? അതുകൊണ്ട് ഇവിടെ കാവടി ഉണ്ടെങ്കിലും ഈ മറ്റ് കാവടികളൊന്നും കാണില്ല. അഗ്നി കാവടി കാണില്ല, ശൂലം കുത്തിയുള്ള രക്തപരിപാടികളൊന്നും പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് കാണില്ല. സാധാരണ കുട്ടികൾക്കുള്ളത് വലിയവർക്കുള്ള കാവടികളെ കാണുള്ളൂ. ഡിസംബറിലായിരുന്നത് കഴിഞ്ഞു, ഷഷ്ടി കഴിഞ്ഞു, ഇപ്പോൾ പ്രതിഷ്ഠയും കഴിഞ്ഞു നിൽക്കുവാണ്. മനസ്സിലായി? ഇപ്പോൾ തീർത്ഥാടനം നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഭയങ്കര തിരക്കായിരുന്നു. ഇന്ന് നാളെയൊക്കെ അറിയാമല്ലോ ശിവഗിരി തീർത്ഥാടനം. അറിവിൻ്റെ തീർത്ഥാടനമാണ്, ശിവഗിരി തീർത്ഥാടനമല്ല യഥാർത്ഥത്തിൽ. ശിവഗിരിയിലേക്ക് സമാധിയിലേക്ക് പോകുമ്പോൾ നമ്മൾ അറിവ് തേടി പോകണം. ഓരോ ക്ഷേത്രങ്ങളിൽ ചെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ ഇവിടെ വേറൊരു കഥയും കൂടെ ഉണ്ട്. അശ്വത്ഥാമാവ് അറിയാമല്ലോ, ശ്രീകൃഷ്ണന്റെ ശാപം കേട്ട് 5000 വർഷം വികൃത രൂപനായിട്ട് ജീവിക്കാനായിട്ട് ശപിച്ചതാണ് ശ്രീകൃഷ്ണൻ. അവരുടെ കുടുംബങ്ങളെ മക്കളെയൊക്കെ കൊന്നതുകൊണ്ട്. അങ്ങനെ അശ്വത്ഥാമാവ് ആ ശാപമോക്ഷം കേടി വന്ന് ഇതേപോലൊരു പാറയുണ്ട് അപ്പുറത്ത്, മുനിപ്പാറയെന്ന് പറയും. ഈ ജംഗ്ഷനിൽ ഒരു 100 മീറ്റർ പോകും. ആ പാറയുടെ അകത്താണ് അശ്വത്ഥാമാവ് തപസ്സിരുന്നത്.
അശ്വത്ഥാമ രാത്രി കാലങ്ങളിൽ ഇവിടെ വന്ന് സുബ്രഹ്മണ്യനെ പൂജിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ തീർത്ഥമൊന്നും അവിടെ വെക്കണമെന്നാണ് നിയമം. രാത്രി വന്ന് പൂജിച്ചിട്ട് പോകും. ആ വരുന്ന സമയത്ത് ഗുരുദേവൻ അശ്വത്ഥാമാനെ കണ്ടിട്ടെന്ന് പറയപ്പെടുന്നു. വികൃത രൂപമാണ്. അതുകൊണ്ട് അശ്വത്ഥാമ തപസ്സിരുന്ന മുനിപ്പാറ ഇതിനടുത്താണ്, 100 മീറ്ററുണ്ട്. ആ മുനിപ്പാറയിൽ നിന്ന് ദീപം കൊളുത്തി പൊങ്കാല ഇട്ടിട്ടാണ് ഇവിടെ ഉത്സവം തുടങ്ങുന്നത് തന്നെ. ആ മുനിപ്പാറയിൽ പഞ്ചപാണ്ഡവർ അതുവഴി പാസ് ചെയ്തപ്പോൾ പോയതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. അവിടെ ഭീമൻ ചവിട്ടി 2 കാൽപാദങ്ങളുണ്ട്. അവിടെ ആ പാറയുടെ മുകളിൽ നെറ്റിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ വെള്ളമുണ്ട്, ഇപ്പോഴും വെള്ളമുണ്ട്. പിന്നെ അത് മനസ്സിലായില്ല. അതാണ് അശ്വത്ഥാമാവിന് ശ്രീ ഗുരുദേവനായിട്ടുള്ള ബന്ധം. സീതാദേവി രാവണൻ കൊണ്ടുപോയപ്പോൾ ആ മരത്തിൻ്റെ മുട്ടിലാണ് കൊണ്ടുവരുത്തിരുന്നത്. അശോകവൃക്ഷമല്ല, അശോകവനിയിൽ ശംശാവൃക്ഷത്തിൻ്റെ കീഴിലാണ് ആ മരം. നമുക്കടുത്ത് പോകുന്നുണ്ട്, ഇല്ലെങ്കിലുള്ള മരമാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. കാണണമെങ്കിൽ താഴെ പോയാൽ കാണും. 5 മിനിറ്റ് നടന്നാൽ ഈ പടിയുടെ താഴെ അവിടെ ഗുരുദേവൻ താമസിച്ചിരുന്നു. അവിടെ ഗുരുദേവൻ്റെ പ്രാർത്ഥനയൊക്കെ ഉണ്ട്, മുറിയുണ്ട്, ഗുരുദേവൻ്റെ പ്രതിരോധം വെച്ചിട്ടുണ്ട്, കാണാനൊക്കെ ഉണ്ട്. മുകളിലും ഉണ്ട് ഗുരുദേവൻ്റെ പ്രതിമ. അവിടെ ഗുരുപൂജ 12:30. നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഊണ് കഴിച്ചിട്ട് പോകാൻ പറ്റും. മനസ്സിലായോ? ഇവിടുത്തെ ഐതിഹ്യ കഥകളെല്ലാം കേട്ട് ഞങ്ങൾ അടുത്ത് നേരെ കോലോത്തുകര ക്ഷേത്രത്തിലല്ലേ, കോലോത്തുകര പോകണം. പിന്നെ അവിടെ നിന്ന് പിന്നെ നേരെ ശിവഗിരിയിലോട്ടാണ് പോണത്. അപ്പം ആ ഭാഗങ്ങളെല്ലാം ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അതിനി അടുത്തൊരു വീഡിയോയിൽ കോലോത്തുകരയും ശിവഗിരിയിൽ ഞങ്ങൾ പോയ വീഡിയോ, ഇത് ഗുരുദേവൻ നട്ടാൽ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും ഈ വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ചെയ്യണേ. മറക്കാതെ ലൈക്ക് ചെയ്യണം.